ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയാൻ കാരണം ഇത് തിരുവോണത്തിൻ്റെ അന്ന് രാവിലത്തെ എന്നല്ല അന്നൊരു ദിവസത്തെ വ്ളോഗാണ്. അന്ന് രാവിലെ അമ്മ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ ഇപ്പോൾ ഇരുന്ന് തെറ്റിപ്പൂവൊക്കെ പിച്ചുകയാണ്. വീട്ടിലുള്ള പൂവൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത്തപ്പൂ ഇട്ടത്. ഇന്നലെ വൈകിട്ട് അമ്മ പൂ വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട മോനെ, നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ പൂ നിൽപ്പുണ്ട്, നമുക്കതൊക്കെ പറിച്ച് തൽക്കാലം അത്തപ്പൂ ഇടാമെന്ന്. അപ്പോൾ അങ്ങനെ വീട്ടിലുള്ള പൂവൊക്കെ പറിച്ച് ആണ് നമ്മൾ ഈ വട്ടം അത്തപ്പൂ ഇട്ടത്. സത്യത്തിൽ പണ്ടൊക്കെ ആയിരുന്നു കുറച്ചുകൂടെ നല്ലത്. അതായത് 10 ദിവസം നമുക്ക് അത്തപ്പൂ ഇടാൻ പറ്റും. 10 ദിവസം മുറ്റത്തെ ചാണകമൊക്കെ മെഴുകി അങ്ങനെ 10 ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരുവോണത്തിൻ്റെ അത് മാത്രം എനിക്ക് അത്തപ്പൂ ഇടാൻ പറ്റിയേ, കാരണം നമ്മുടെ നാട്ടിലില്ല. പിന്നെ മുറ്റത്ത് ഇടാനും പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ള പൂവൊക്കെ വെച്ച് അകത്തായിട്ടേ. കാരണം മഴയായിരുന്നു രാവിലെ തൊട്ട്, ഇരുന്നിടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല മുറ്റത്ത്. അങ്ങനെ ഭയങ്കര ഡിസൈനിൽ അടിപൊളി പൂക്കളൊന്നുമല്ല, എന്നാലും കുഞ്ഞൊരു പൂക്കളം. അപ്പോൾ അങ്ങനെ നമ്മൾ പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം. അപ്പം നമ്മൾ സാരിയൊക്കെ ഉടുത്ത് റെഡിയായി സെറ്റായിട്ട് വരാം. ഞാനും അച്ഛനും കൂടെ അമ്പലത്തിൽ വന്നേ. അമ്മ രാവിലെ അമ്പലത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് രാവിലെ സദ്യ റെഡിയാക്കാനുള്ള ഭയങ്കര തിരക്കിലായിരുന്നു. അമ്മ രാവിലെ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനും അച്ഛനും രാവിലെ പോയി. ഞാനും അമ്മയും കൂടെ പിന്നെ വൈകിട്ട് വീണ്ടും അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ല. പിന്നെ രാവിലെ പൂക്കളമൊക്കെ ഇട്ട് സാരിയൊക്കെ ഉടുത്ത് റെഡിയായി വന്നപ്പോഴത്തേക്കും അമ്പലം അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു. ഇന്ന് തിരുവോണം ആയതുകൊണ്ട് തന്നെ അമ്പലം നേരത്തെ അടയ്ക്കും. അങ്ങനെ പിന്നെ പെട്ടെന്ന് പോയി തൊഴുത് തിരിച്ചിറങ്ങി വന്ന് പുറത്ത് പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. തിരിച്ചിറങ്ങി പുറത്ത് വന്ന് അവിടെ നിന്ന് പായസമൊക്കെ വാങ്ങി കറക്റ്റ് തൊഴുതിട്ടൊക്കെ ഇറങ്ങിയപ്പോഴേക്കും അമ്പലവും അടച്ചു. പിന്നെ പായസവും വാങ്ങി തിരിച്ച് ഞാനും അച്ഛനും കൂടെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇത് വെറും ഷോ. രാവിലെ നമ്മൾ പൂക്കളിട്ട് കഴിഞ്ഞാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നേരെ ഓണത്തിൻ്റെ സ്പെഷ്യൽ സദ്യയിലോട്ട് പോയി. ഞാനും അമ്മ അച്ഛനും കൂടി ഇരുന്ന് ഓണസദ്യയൊക്കെ കഴിച്ചു. ഈ പായസം നമ്മൾ രാവിലെ അമ്പലത്തിൽ നിന്ന് വാങ്ങിയതാട്ടോ. പായസമൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ കഥയൊക്കെ പറയായിരുന്നു. അപ്പോൾ അത്ര ഉള്ളു. ടാറ്റാ ബൈ ബൈ, സീ യു. ഇതായിരുന്നു എൻ്റെ ഓണം ലുക്ക്.